പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേദന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് എബ്രായർ 10-ാം അധ്യായം 23 മുതൽ 25 വരെ, ഹീബ്രൂസ് ചാപ്റ്റർ 10 വേഴ്സസ് 23-25. പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും അത് അധികമധികമായി ചെയ്യേണ്ടത് ആകുന്നു. പ്രൈസ് ദ ലോർഡ്. നമ്മൾ ഈ സ്ട്രെസ്സിന് ഒരു ശക്തിയും കൊടുക്കരുത്. സ്റ്റോപ്പ് ഗിവിങ് സ്ട്രെസ് പവർ. സാധാരണ കൂട്ടുകാർ തമ്മിൽ അല്ലെ വീട്ടിൽ തന്നെ തമ്മിൽ സംസാരിക്കുമ്പോൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഐ ആം ബിസി, ഐ ആം സ്ട്രെസ്ഡ്. ശരിയല്ലേ? എന്നാൽ ഞാൻ പറയട്ടെ, സത്യമായിട്ട് പറയുവാണെങ്കിൽ നമ്മൾ ഈ സ്ട്രെസ് എന്നൊക്കെ പറയുന്നത്, ആർ യു യൂസിങ് ഇറ്റ് ആസ് എ സോഴ്സ് ഓഫ് പ്രൈഡ്? എൻ്റെ അഹന്ത കാണിക്കാനായിട്ടുള്ളൊരു സോഴ്സായിട്ടാണോ ഞാൻ വലിയ സ്ട്രെസ്ഡ് ആണെന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം? ഞാൻ പറയാം, അങ്ങനെ പറയുമ്പോൾ നാം നമ്മെ തന്നെ ഇമ്പോർട്ടൻ്റായിട്ട് അങ്ങ് കരുതുക. അതായത് സ്ട്രെസ്സ് തരുന്ന ഫീലിങ്സ് ഒന്നും വലിയ ഇഷ്ടമല്ലെങ്കിലും ആ പറച്ചിൽ നിൻ്റെ സ്റ്റാറ്റസിനെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യുമെന്നൊരു തോന്നലുണ്ട്. ശരിയല്ലേ ഞാൻ പറയുന്നത്? നമ്മുടെ ദ്രുതഗതിയിൽ പോകുന്ന ഈ ഫാസ്റ്റ് പേസ്ഡ് കൾച്ചറിൽ സ്ട്രെസ് എന്ന് പറയുന്നത് നോർമലാന്നേ. പക്ഷേ ആ സ്ട്രെസ് എന്നുള്ള വാക്കിൻ്റെ ആ നെഗറ്റീവായിട്ടുള്ള കനോട്ടേഷൻസൊക്കെ ഇന്നിപ്പോൾ നശിച്ചു പോവുക. എന്നിട്ട് നീ വലിയ ഹാർഡ് വർക്കിംഗ് ആണെങ്കിൽ, നിനക്ക് വലിയ അംബീഷനുള്ള ആളാണെങ്കിൽ, അല്ലെങ്കിൽ വലിയ സക്സസ്സൊക്കെ ഇച്ഛിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ അതുമൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് അങ്ങ് സ്ട്രെസ്സിനെ ഇപ്പം കൊണ്ടങ്ങ് വെക്കുക. എന്നിട്ട് നമ്മൾ തന്നെ അങ്ങ് വിചാരിക്കും വളരെ സക്സസ്ഫുള്ളായിട്ടുള്ള ആൾക്കാരൊക്കെ അവരൊക്കെ സ്ട്രെസ്ഡ് ഔട്ട് പീപ്പിളാണ്. അതുകൊണ്ട് നമ്മളും ഒന്നുകൂടെ ഹാർഡറായിട്ട് സ്ട്രൈവ് ചെയ്യാൻ ശ്രമിക്കും. എന്നാൽ ഈ സ്ട്രെസ് ഇല്ലെങ്കിൽ അത് നമ്മളെ ലേസിയാക്കി അൺമോട്ടിവേറ്റഡ് ആക്കി തീർക്കുമെന്നൊക്കെയാണ് ഒരു വിചാരം, അല്ലേ? നമ്മൾ നമ്മുടെ സഭായോഗങ്ങളെ ഒന്നും ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്. എല്ലാത്തിലും നാം മറ്റുള്ളവരുടെയും കൂടെ ഉത്സാഹത്തെ വർദ്ധിപ്പിക്കാൻ തക്കവണ്ണം നാം ഒന്ന് സൂക്ഷിക്കണം. നാം അത് ചെയ്യണം. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനായതുകൊണ്ട് കുഞ്ഞെ, നിൻ്റെ പ്രത്യാശ ഒന്നും നഷ്ടപ്പെട്ടു പോകാൻ നീ ഒരു കാലത്ത് സമ്മതിക്കരുത്. ഞാൻ പറയട്ടെ, അങ്ങനെ സ്ട്രെസ്സ് നമ്മളെ ലേസിയാക്കി തീർക്കുക, അല്ലെങ്കിൽ നമ്മളിലൊരു പ്രൈഡ് ജനിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മൾ വലിയ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള പീപ്പിളാണെന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കുക ഒക്കെ ചെയ്യുവാണെങ്കിൽ അതിൻ്റെയൊക്കെ റിസൾട്ട് എന്തായിട്ട് വരുമോ? നമ്മൾ വീണ്ടും 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 സ്ട്രെസ്സിലേക്ക് വീണുകൊണ്ടിരിക്കും. നമ്മൾ ഓവർ കമ്മിറ്റഡാണ്. കാരണം നമ്മൾ ഒന്നിനോട് നോ പറയുന്നില്ല. നമ്മൾ ചില സൂപ്പർഫിഷ്യൽ കണക്ഷൻസൊക്കെ ഓൺലൈനിൽ സെറ്റിൽ ചെയ്യാൻ വേണ്ടി സ്ട്രെസ്ഡായി തീരാറുണ്ട്. എന്നാൽ ചില മീനിങ് കോൺവെർസേഷൻ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ട്രൈ ചെയ്തേ പറ്റുള്ളൂ. നമ്മുടെ സ്ട്രെസ്സിനെയൊക്കെ നമ്മുടെ ഒരു ഐഡൻറ്റിറ്റീസായിട്ട് അങ്ങ് മാറ്റി നമ്മൾ ചിലതൊക്കെ പണിതെടുക്കണം. സ്ട്രെസ്ഡ് ഔട്ട് എന്ന് പറയുമ്പോൾ മാക്സ്ഡ് ഔട്ട് ലൈഫ്സ്. പക്ഷെ ദൈവത്തിൻ്റെ മനസ്സിൽ നമ്മെക്കുറിച്ച് അങ്ങനെ ഒരു ചിന്തയല്ല ഉള്ളത്. യേശു കർത്താവ് പറഞ്ഞു, ശത്രു വരുന്നത് അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും ഒക്കെയാണ്. അതങ്ങ് എക്സ്ട്രീമായിട്ട് നമുക്ക് തോന്നും. എന്നാൽ ഈ സ്ട്രെസ് എന്ന് പറയുന്ന സംഗതി നമ്മുടെ ജീവിതത്തിലെ സന്തോഷത്തെ നശിപ്പിക്കും. നമ്മുടെ ഉറക്കത്തെ അത് മോഷ്ടിച്ചു കൊണ്ടുപോകും. നമ്മുടെ സന്തോഷത്തെ ഈ സ്ട്രെസ്സ് അങ്ങ് മോഷ്ടിച്ചു കൊണ്ടുപോകും. നമ്മുടെ മെൻ്റൽ കപ്പാസിറ്റിയെ ഇത് മോഷ്ടിച്ചു കൊണ്ടുപോകും സ്ട്രെസ്സ്. എന്നിട്ട് നമ്മുടെ എല്ലാ ബിസിനസ്സും എന്ത് ചെയ്യുമെന്നറിയാമോ? നമ്മെ അങ്ങോട്ട് ഡിസ്ട്രാക്റ്റഡ് ആകും. ചെറിയ ഒരു സ്റ്റഫ് മതി ജീവിതത്തിൽ വന്നാൽ നമ്മൾ
ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള വലിയ പ്ലാൻസൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം മിസ് ഔട്ട് ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ദൈവമക്കളെ ഞാൻ പറയട്ടെ, കർത്താവ് നമുക്ക് ജീവനുണ്ടാകുവാൻ സമൃദ്ധിയായിട്ടുണ്ടാകുവാനായിട്ടാണ് വന്നത്. അപ്പോൾ സമാധാനം അവൻ തരുമ്പോഴും നമുക്കത് അബണ്ടൻസായിട്ട് തരും. അങ്ങനെ വരുമ്പോൾ അത് സ്ട്രെസ്സിൻ്റെ ഓപ്പോസിറ്റാണ് അല്ലേ? ഞാൻ പറയട്ടെ, ഒന്ന് റീഇവാലുവേറ്റ് ചെയ്തേ നിങ്ങളുടെ സ്ട്രെസ്സിന് പ്രാധാന്യം കൊടുക്കാതിരിക്കുക, സ്ട്രെസ്സിന് ശക്തി കൊടുക്കാതിരിക്കുക. അതൊരു ബ്രാഗിങ് റൈറ്റായിട്ട് എടുക്കുന്നത് അങ്ങ് നിർത്ത് ദൈവവേദലേ. അതിന് പകരം സ്ട്രെസ്സില്ലാത്ത അവസ്ഥ നമുക്കൊന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുവാൻ, നമുക്കൊരു ഡിഫറെൻറ്റ് വ്യക്തിത്വമായിട്ട് നമുക്കൊന്ന് ജീവിപ്പാൻ, നമ്മുടെ വിശ്വാസത്തെ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ തക്കവണ്ണമുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഒന്ന് കാണാമോ? ഞാനും അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മുടെ ചുറ്റിലുമുള്ള ലോകം മുഴുവനും കൂടെ സ്ട്രെസ്സിനകത്ത് മുങ്ങിപ്പോവാണെങ്കിലും ദൈവത്തിലെ കാമായിട്ട് സ്റ്റില്ലായിട്ട് നമ്മുടെ ദൈവം വലിയ ദൈവമാണ്. ഹല്ലേലൂയ, ഗോഡ് ഈസ് ഗോഡ് എന്നറിഞ്ഞുകൊണ്ട് ഉറച്ചു നിൽപ്പാൻ നിനക്ക് കഴിയുമോ? മറ്റുള്ളവരൊക്കെ തമ്മിൽ കോമ്പീറ്റ് ചെയ്യട്ടെ, കമ്പയർ ചെയ്യട്ടെ തമ്മിൽ. ഞാൻ പറയട്ടെ, നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുവാനും തമ്മിൽ ചിയർ ചെയ്യാനും ഒക്കെ ആയിട്ട് സമയം കണ്ടെത്തിക്കേ. ഹൃദയത്തിൽ അതിനോടൊരു ഉത്സാഹം ജനിപ്പിച്ചേ. അത് നമുക്ക് നന്മയ്ക്കായിട്ട് തീരും. എന്നാൽ ചില മനുഷ്യരൊക്കെ ഓവർവെൽംഡായിട്ട് ഹോപ്പ്ലെസ്സായിട്ടൊക്കെ തീരുമ്പോൾ നമ്മൾ ആരാന്നറിയാമോ? നമ്മൾ പ്രത്യാശ ക്യാരി ചെയ്യുന്നവരായിരിക്കണം. വിശ്വാസമില്ലാത്തവർ പലതും ചോദിച്ചെന്നിരിക്കും, നിരാശയുടെ വാക്കുകൾ പറഞ്ഞെന്നിരിക്കും. പക്ഷേ നമ്മളൊരിക്കലും അവരെ ശ്രദ്ധിക്കുവാൻ പോകരുതേ. നമുക്ക് നമ്മുടെ സ്ട്രെസ്സിൽ നിന്ന് ഫ്രീഡം കിട്ടണമെങ്കിൽ നമ്മൾ അതിന് ശക്തി കൊടുക്കാൻ പോകരുത്, അതിന് പ്രാധാന്യം കൊടുക്കാൻ പോകരുത്. സ്റ്റാർട്ട് ടേണിങ് ടുവേഴ്സ് ദ സോഴ്സ് ഓഫ് ഓൾ പവർ, അവർ ഗോഡ്. ദൈവത്വങ്കിലേക്ക് നീ തിരിയെ. ഹല്ലേലൂയ. അതുകൊണ്ട് സ്ട്രെസ്സിൽ ജീവിക്കാതെ യേശു കർത്താവ് പറയുന്ന വചനങ്ങൾ ഏറ്റെടുത്ത് നിറവിൻ്റെ ജീവിതം ജീവിപ്പാൻ തക്കവണ്ണം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കർത്താവ് നമുക്ക് ധാരാളമായി തരും, ധാരാളമായി അനുഭവിപ്പാൻ തരും. നമ്മുടെ കഥ നിശ്ചയിക്കുന്നതും നമ്മുടെ കഥ പറയുന്നതും സ്ട്രെസ് അല്ല. പക്ഷേ അത് നാച്ചുറൽ പാർട്ട് ഓഫ് അവർ ലൈഫാണ്. അത് ഞാൻ സമ്മതിച്ചു. ദൈവം നമ്മെ അത് ഓവർകം ചെയ്യുവാൻ തക്കവണ്ണം സഹായിക്കും. നമുക്ക് ഇറ്റേണൽ പീസ് അവൻ തരും. അതുകൊണ്ട് ഒരിക്കലും സ്ട്രെസ്സിന് സറണ്ടർ ചെയ്ത് പോകരുത്. വിശ്വാസത്താൽ ജീവിപ്പാൻ തക്കവണ്ണം നമ്മുടെ ഫോക്കസ് നമ്മളൊന്ന് ഷിഫ്റ്റ് ചെയ്യണം, ദൈവത്തിങ്കിലേക്ക് ആക്കണം. ഹല്ലേലൂയ. അങ്ങനെ ചെയ്യാനായിട്ട് പറ്റുമോ? ഓൾ യുവർ സ്ട്രെസ്, അതിനുവേണ്ടി എല്ലാം കരുതുന്നൊരു ദൈവത്തെയാണ്, അത് മാറ്റുവാൻ ശക്തനായൊരു ദൈവത്തെയാണ്, അതിന് മനസ്സുള്ളൊരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ദൈവം നമുക്ക് വേണ്ടി കരുതുന്നുണ്ട് കേട്ടോ. അവൻ നമുക്ക് സമാധാനം തരും. ഹല്ലേലൂയ. അതിനുവേണ്ടി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ ഈ ഷിഫ്റ്റ് ചെയ്യാൻ, ഈ സ്ട്രെസ്സിൽ നിന്ന് നമ്മുടെ ഫോക്കസ് ഒന്ന് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഹല്ലേലൂയ 3-4 കാര്യങ്ങൾ നാം ഓർത്തിരിക്കണം. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, വർഷിപ്പ് ബിഫോർ യു ആർ റെഡി. നമ്മൾ സ്ട്രെസ്സുമായിട്ട് ഡീൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഹല്ലേലൂയ, നമ്മൾ ദൈവത്തിൽ സന്തോഷിക്കണം, നമ്മൾ റിജോയ്സ് ചെയ്യണം. എപ്പോഴും എല്ലാത്തിലും ദൈവത്തെ വർഷിപ്പ് ചെയ്യാനൊന്ന് ഒന്ന് ആരംഭിച്ചേ, ആരാധിപ്പാനൊന്ന് ആരംഭിച്ചേ. ഹല്ലേലൂയ. ദൈവം ഹീസ് വർത്തി ഓഫ് അവർ വർഷിപ്പ്. അത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ സാഹചര്യം എത്ര റഫാണെങ്കിലും ദൈവത്തെ വർഷിപ്പ് ചെയ്യുമ്പോൾ അവൻ നമ്മുടെ ഹൃദയത്തിൽ സന്തോഷം തരും. നമ്മുടെ വറീസും സ്ട്രെസ്സും എല്ലാം എടുത്തു മാറ്റും. നമ്മുടെ ദൈവത്തെ നമ്മൾ വലുതായിട്ട് കാണണം. രണ്ടാമത്, നമ്മുടെ സ്ട്രെസ്സിനെ നമ്മളങ്ങ് സറണ്ടർ ചെയ്തേക്കണം, അങ്ങ് വിട്ടേക്കണം. അതെങ്ങനെയാണ്? യു പ്രേ ആൻഡ് റിലീസ് കൺട്രോൾ. അതിലുള്ള പിടി അങ്ങ് വിടുക, അതിനുവേണ്ടി പ്രാർത്ഥിയില്ലേ. പ്രൈസ് ഗോഡ്. സിറ്റുവേഷൻസിനെ ജയിപ്പാൻ തക്കവണ്ണം അത് കഴിയും. ഷേപ്പ് യുവർ വറീസ് ഇൻ ടു പ്രേയേഴ്സ്. നിൻ്റെ എല്ലാ വറീസും ഒന്ന് പ്രാർത്ഥനയാക്കി ഒന്ന് മാറ്റിക്കേ. എന്ത് സംഭവിക്കുന്നുള്ളത് കാണുമ്പോൾ കുഞ്ഞെ നിനക്ക് തന്നെ അതിശയം വരും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് കൊടുക്കും നിൻ്റെ സകല സ്ട്രെസ്സും. മൂന്നാമത്, റീഡയറക്റ്റ് യുവർ തോട്ട്സ്. നിൻ്റെ ചിന്തകളെ ഒന്ന് റീഡയറക്റ്റ് ചെയ്യണം. അതിന് സ്ട്രെസ്സിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നീ അത് ചെയ്താൽ മതി. നിൻ്റെ ചിന്തകളെ, നീ എന്താണ് ചിന്തിക്കുന്നത്, അല്ലെ സത്യമായതും അല്ലെ രമ്യമായതും സൽകീർത്തിയായതും പൂഴ്ചയായതൊക്കെ
ചിന്തിക്കാവുള്ളൂ. എന്നിട്ട് നമ്മുടെ മനസ്സ് അതിന്മേൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അല്ലാണ്ട് നീ ഏത് വിഷയത്തിലാണ് സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ടിരിക്കുന്നതെന്നുള്ളതല്ല നീ ചിന്തിക്കേണ്ടത്. ദൈവം നടത്തിയ വഴികൾ ഓർക്ക്. നിൻ്റെ ജീവിതത്തിന് ചുറ്റും ദൈവം തന്നിരിക്കുന്ന അമേസിങ് പീപ്പിൾ, അവരെയൊക്കെ ഓർക്ക്. നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ നിൻ്റെ ഹൃദയവും നിൻ്റെ മനസ്സും എല്ലാം ഫ്ലഡ് ചെയ്യട്ടെ. എന്തുകൊണ്ടാണ്? ദൈവത്തോടുള്ള നന്ദി കൊണ്ട്. പ്രൈസ് ഗോഡ്. അങ്ങനെ നമ്മുടെ ചിന്തകളെ നമുക്ക് മാറ്റുവാൻ കഴിയും. എന്നിട്ട് നീ പറയണം, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ടു സ്ട്രെങ്തൻസ് മീ. അങ്ങനെ നമ്മളെ ശക്തീകരിച്ച് സകലതും ചെയ്യുവാൻ സഹായിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ പിന്നെ നമ്മൾ സ്ട്രെസ്ഡ് ആവേണ്ട ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ മറന്നു പോകരുതേ. അത് ചെയ്യുവാൻ കൊണ്ട് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. വർഷിപ്പ് ബിഫോർ യു ആർ റെഡി, സറണ്ടർ യുവർ സ്ട്രെസ്, റീഡയറക്റ്റ് യുവർ തോട്ട്സ്. ഇത് 3 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാക്കും, ഹല്ലേലൂയ, നമ്മുടെ സകല സ്ട്രെസ്സിനെയും പുറകിലെറിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് ദൈവവിളിയുടെ ലാക്കിലേക്ക് വിരുദ്ധനായിട്ട് ഓടുകയാണെന്ന് കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നിന്നെ ആരാധിപ്പാൻ തക്കണം, നിന്നിൽ സന്തോഷിപ്പാൻ തക്കണം. ഹല്ലേലൂയ. സകല നിരാശകളും കർത്താവേ അതിനെ സറണ്ടർ ചെയ്തിട്ട് ഞങ്ങളുടെ ചിന്തകൾ ദൈവത്തെ തന്നെ ഫോക്കസ് ചെയ്ത് ജയത്തോടെ ജീവിപ്പാൻ തക്കണം. ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.